ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കേരള ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എക്കോസ് അക്രോസ് ഏജസ് എന്ന ചാപ്റ്റർ നമ്മളിവിടെ തുടങ്ങുകയാണ്. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് കേരള ചരിത്രത്തെക്കുറിച്ചാണ്. ഇത് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന് ഞാൻ വളരെയധികം ആലോചിച്ചു. 2026 നിന്ന് പുറകോട്ട് പോകണോ, അതോ പുറകിൽ നിന്ന് മുമ്പോട്ട് വരണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണമെങ്കിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം അറിയണം, അതായത് ജോഗ്രഫി. കാരണം കേരളത്തിന്റെ ഭൂമിശാസ്ത്രം നമ്മുടെ ചരിത്രം രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തെ പറ്റിയുള്ള എല്ലാം, അതായത് ചരിത്രം, സംസ്കാരം, കഥകൾ എല്ലാം ആരംഭിക്കുന്നത് അതിന്റെ പ്രകൃതിയിൽ നിന്നാണ്. കഥകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ മണ്ണുണ്ടായിരുന്നു. മലനിരകളാണ് നദികൾ എവിടെ ജനിക്കണമെന്നും ഒരു കാലത്ത് രാജ്യങ്ങൾ എവിടെ നിലകൊണ്ടിരുന്നുവെന്നും തീരുമാനിച്ചിരുന്നത്. ബിറ്റ്വീൻ ദ ഘാട്സ് ആൻഡ് ദ സീ എന്ന ഈ എപ്പിസോഡ് ഭൂപടങ്ങളുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും മാത്രം കഥയല്ല. ഇത് പ്രകൃതിയുടെ കഥയാണ്. അത് എങ്ങനെ നിശബ്ദമായി കേരളത്തിന്റെ വിധി എഴുതി എന്നത് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ശ്രമം. ഓരോ എപ്പിസോഡും 10 മിനിറ്റ് മാത്രം ദൈർഘ്യത്തിൽ നിർത്താനാണ് എനിക്ക് താല്പര്യം. കാരണം ഒരു 8-10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ശ്രദ്ധ അതിൽ തന്നെ വെക്കും. പക്ഷേ ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ, നിങ്ങൾ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിനികളാവാം, വർക്കിംഗ് ഫ്രം ഹോം ചെയ്യുന്നവരാവാം, കാറിലോ ബസ്സിലോ യാത്ര ചെയ്യുന്നവരാവാം, ജോലി കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരാവാം, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നവരാവാം. അങ്ങനെയുള്ളപ്പോൾ ഒരു 8-10 മിനിറ്റിലേക്കാൾ കൂടുതൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കേരള ചരിത്രം എന്ന ഈ വലിയ ടോപ്പിക്ക് 10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള കുഞ്ഞു കുഞ്ഞു എപ്പിസോഡ്സ് ആയിട്ട് വിവരിക്കാൻ ഞാൻ താല്പര്യപ്പെടും. ബിറ്റ്വീൻ ദ ഘാട്സ് ആൻഡ് ദ സീ എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിത് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞുവല്ലോ, ഇന്ത്യയുടെ 1.5% പോലും ഭൂപ്രദേശമില്ല കേരളത്തിനെന്ന്. ഇങ്ങനെ ഇന്ത്യയുടെ 1.5% പോലും ഭൂപ്രദേശമില്ലാതെ കിഴക്ക്, അതായത് ഈസ്റ്റ്, പശ്ചിമഘട്ടങ്ങൾക്കും പടിഞ്ഞാറ്, അതായത് വെസ്റ്റ്, അറബിക്കടലിനും ഇടയിലായി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത്, അതായത് സദേൺ എൻഡിൽ കിടക്കുന്ന ഒരു ഭൂഭാഗമാണ് കേരളം. ഒരു പച്ചമുളക് പോലെയാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അറബിക്കടലിനും സഹ്യപർവ്വതത്തിനുമിടയിൽ ഇടുങ്ങിക്കിടക്കുന്ന കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ നില അതിന്റെ ചരിത്രത്തെ, അതിന്റെ ചരിത്രഗതിയെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയുടെ 1.5% പോലും ഭൂപ്രദേശമില്ലാത്ത കേരളത്തിൽ 50%-ഓളം സഹ്യപർവ്വതമാണ്. കേരളത്തിന്റെ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം നോർത്ത് ഇന്ത്യയെ, അഥവാ ഉത്തരേന്ത്യയെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുള്ള പല രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ നിന്നും സുരക്ഷിതമായി നിൽക്കുവാനും ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിലുണ്ടായ വിദേശീയ ആക്രമണങ്ങളിൽ നിന്ന് കേരളത്തെ അധികമൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് സീരിയസ് ജോഗ്രഫി പഠിക്കാം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് മലനാട് അഥവാ ഹൈലൻഡ് അഥവാ ഹൈ റേഞ്ച്. രണ്ടാമത്തേത് ഇടനാട് അഥവാ മിഡ്ലാൻഡ്. മൂന്നാമത്തേത് തീരപ്രദേശം അഥവാ ലോലാൻഡ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, ഒരു സ്ഥലത്തെ നമ്മൾ മലനാട് എന്ന് വിളിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ ഉയരം കൂടുതലാണെങ്കിലാണ്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ സമുദ്രത്തിൽ നിന്നുള്ള ഉയരമാണെങ്കിൽ നമ്മൾ അതിനെ ഇടനാട് എന്ന് പറയുന്നു. 7.5 മീറ്ററിൽ കുറവ് ഉയരമുള്ള സ്ഥലത്തെയാണ് നമ്മൾ തീരദേശം എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾക്ക് മലനാടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ പോലെ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണിത്. ഉയരം കൂടിയ മലകളും പർവ്വത പ്രദേശങ്ങളുമാണ് ഇവയിലുള്ളത്. കേരളത്തിലെ എല്ലാ നദികളും ഈ പ്രദേശത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്. 44 നദികളാണ് ഈ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. കേരളത്തിൽ ഇവ പശ്ചിമഘട്ട നിരകളുടെ ഭാഗമാണ്. നമുക്ക് ഇനി
പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗാട്സിനെ കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് മുൻപോട്ട് പോകാം. പശ്ചിമഘട്ടം സഹ്യപർവ്വത നിര എന്നുകൂടി അറിയപ്പെടുന്നു. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് അഥവാ ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം കടന്നുപോകുന്നത് 6 സംസ്ഥാനങ്ങളിൽ കൂടിയാണ്. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്, കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. പശ്ചിമഘട്ടം 1600 കിലോമീറ്റർ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഇവിടെ ധാരാളം അപൂർവ ജീവികളെ കാണാം. കടുവ, പുലി, വരയാട്, സിംഹവാലൻ കുരങ്ങ്, രാജവെമ്പാല, ചിത്രശലഭങ്ങൾ ഇങ്ങനെ പലതും. പശ്ചിമഘട്ടത്തിലെ ചില അപൂർവ ഇനം സസ്യങ്ങളിൽ ചിലതാണ് രക്തചന്ദനം, ചന്ദനം, ഈട്ടി, ഓർക്കിഡ് മുതലായവ. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സ്ഥലത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വയ്യ. അതാണ് സൈലന്റ് വാലി. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ സൈലന്റ് വാലിയെക്കുറിച്ച്. സൈലന്റ് വാലി പാലക്കാടാണെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന് ആ പ്രദേശത്തെ പറയുന്നത് എന്നറിയാമോ? അവിടെ ആ പ്രദേശത്ത് ചീവീടുകൾ അഥവാ ക്രിക്കറ്റ്സ് വളരെ അപൂർവമായി മാത്രം കാണുന്നവയായതുകൊണ്ടാണ് ആ പ്രദേശത്തെ സൈലന്റ് വാലി എന്ന് വിളിക്കുന്നത്. മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ തേയില, ഏലം, കുരുമുളക് എന്നിവയാണ്. മലനാട്ടിൽ നമുക്കെല്ലാം അറിയാം, സുഗന്ധദ്രവ്യങ്ങൾ ധാരാളമുണ്ട്. ഇവയ്ക്ക് കാരണം അവിടുത്തെ താഴ്ന്ന താപനിലയാണ്. സഹ്യപർവ്വതം കേരളത്തിലെ ജനങ്ങളെ ഒരു സുരക്ഷിത ജീവിതം നയിക്കാൻ എന്നും സഹായിച്ചിട്ടുണ്ട്. വെളിയിൽ നിന്നുള്ള ആക്രമണകാരികളുടെ വലിയ തള്ളിക്കയറ്റങ്ങൾ ഒഴിവാക്കുകയും അങ്ങനെ നൈസർഗികമായ ഒരു രക്ഷാകവചം ഒരുക്കിയിരുന്നു നമ്മുടെ സഹ്യപർവ്വതം. പുറമേ നിന്നുള്ള കൈക്കടത്തലുകളിൽ ഛിന്നഭിന്നമാകാതെ നമ്മുടേതായ പ്രത്യേക ജീവിത രീതിയും സാമൂഹിക സ്ഥാപനങ്ങളും അതിൻ്റെ തനതായ ശൈലിയിൽ നിലനിർത്തിപ്പോകാൻ കേരളത്തെ സഹായിച്ചിട്ടുള്ളത് ഈ ഭൂപ്രകൃതിയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഭൂപ്രകൃതിക്ക് ഒരു വലിയ സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരു സ്വതന്ത്രമായ അന്തരീക്ഷത്തിൽ വികസിച്ചു വന്നതുകൊണ്ടാണ് കലകളായ കഥകളി, ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ, മോഹിനിയാട്ടം എന്നിവയ്ക്ക് സ്വന്തം ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചത്. ഈ സഹ്യപർവ്വത നിര എന്ന ഒറ്റ കാരണത്താലാണ് കേരളത്തിന്റെ സമുദ്രതീരത്ത് കപ്പലിറങ്ങിയ പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ ഒരു സ്ഥിര സാമ്രാജ്യം സ്ഥാപിക്കാൻ സാധിക്കാതെ പോയത്. പർവ്വതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ഈ പർവ്വതങ്ങൾക്കിടയിൽ കൂടിയുള്ള മലമ്പാതകൾ. ഇവയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പാലക്കാട് ചുരമാണ്. അതായത് പാലക്കാട് ഗ്യാപ്പ്, പാലക്കാട് പാസ് എന്നീ പേരുകളിലൊക്കെ ഇവ അറിയപ്പെടുന്നു. ഏത് ശക്തിയാണ് ഈ പിളർപ്പ് ഉണ്ടാക്കിയതെന്ന് നമുക്കറിയില്ല. 1600 കിലോമീറ്റർ നീളമുള്ള പശ്ചിമഘട്ടത്തിൽ സ്വാഭാവികമായി രൂപപ്പെട്ട ഏക വിടവ് 30-40 കിലോമീറ്റർ വീതിയുള്ള ഈ പാലക്കാട് ഗ്യാപ്പ് മാത്രമാണ്. പാലക്കാട് ചുരത്തിനു പുറമെ വേറെയും ചില ചുരങ്ങളുണ്ട് കേരളത്തിൽ. പേരമ്പാടി ചുരം, താമരശ്ശേരി ചുരം, അങ്ങനെ പലതും. പലപ്പോഴും ആക്രമണങ്ങൾ കേരളത്തിൽ എത്തിയിട്ടുള്ളതും ഈ ചുരങ്ങളിൽ കൂടി തന്നെയാണ്. ഇനി നമ്മൾക്ക് ഇടനാടിനെക്കുറിച്ച് മനസ്സിലാക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശത്തെയാണ് ഇടനാട് അല്ലെങ്കിൽ മിഡ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഈ ഇടനാട് മലനാടിനും തീരപ്രദേശത്തിനും ഇടയ്ക്ക് ഒരു സാൻഡ്വിച്ച് ആയിട്ടിരിക്കുന്ന ഭാഗമാണ്. ഇടനാട്ടിൽ കൂടുതലും ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഉൾപ്പെടുന്ന പ്രദേശമാണ്. വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശമാണ് ഇടനാട്. റബ്ബർ, തേങ്ങ, നെല്ല്, വാഴ, ചേന, ചേമ്പ്, കമുക്, മരച്ചീനി അഥവാ കപ്പ, കുരുമുളക്, കാപ്പി ഇവയൊക്കെ ധാരാളം ഇടനാട്ടിൽ കാണാൻ നമുക്ക് സാധിക്കും. ഇടനാട്ടിലെ മണ്ണ് വളരെ ഫലഭൂയിഷ്ഠമാണ്. ഇതുകൂടാതെ ധാരാളമായി ലഭിക്കുന്ന മഴയും ഒരു പ്രധാന കാരണമാണ്. ഇനി തീരദേശം അഥവാ ലോലാൻഡിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. കേരളത്തിൽ 14 ജില്ലകളിൽ 9 ജില്ലകൾക്കും തീരപ്രദേശമുണ്ട്. എന്നാൽ ഇതിൽ ആലപ്പുഴ ജില്ലയ്ക്ക് മാത്രമാണ് മുഴുവനായും ഒരു തീരപ്രദേശ ജില്ല എന്ന് അവകാശപ്പെടാൻ പറ്റൂ. അതായത് ആലപ്പുഴ ജില്ല പൂർണ്ണമായും തീരദേശ ജില്ലയാണ്. അവിടെ ഇടനാടുമില്ല, മലനാടുമില്ല. വയനാട്, പാലക്കാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ 5 ജില്ലകൾക്ക് മാത്രമാണ് തീരപ്രദേശമില്ലാത്തത്. നിങ്ങൾക്കെല്ലാം അറിയാം, തീരപ്രദേശം മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ്. തീരപ്രദേശങ്ങളിലെ മുഖ്യ കൃഷി
തെങ്ങ്, നെല്ല് ഇവയാണ്. ഇവിടുത്തെ കായലുകൾ മത്സ്യകൃഷിക്ക് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു എന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിലെ കാലാവസ്ഥ വളരെ മിതമായതാണെന്ന്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ കാരണം കടലിന്റെ സാമീപ്യം തന്നെയാണ്. നമ്മൾ സാധാരണ കേരളത്തിന്റെ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ കടലോ കായലോ വരയ്ക്കും. അതിന്റെയൊക്കെ അരികിൽ കുറച്ച് തെങ്ങും കൂടെ വരച്ചു വെക്കാറുണ്ട്, ഇല്ലേ? തെങ്ങ് കടലിനും കായലിനും അടുത്ത് കൂടുതലായി വളരുന്നു എന്ന് നമുക്കറിയാം. ഉപ്പുരസമുള്ള മണ്ണ് തെങ്ങിന്റെ വളർച്ചയ്ക്ക് വളരെ സഹായകരമാണ് എന്ന കാരണത്താലാണ് കടലിനും കായലിനും അടുത്തായിട്ട് എപ്പോഴും നമ്മൾ തെങ്ങ് കാണാറുള്ളത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ജലത്തിന്റെ കാര്യത്തിൽ വളരെ സമ്പന്നമാണ് കേരളമെന്ന്. അതുകൊണ്ട് നമ്മൾക്ക് കേരളത്തിലെ ജലാശയങ്ങളെക്കുറിച്ച്, അഥവാ വാട്ടർ ബോഡീസിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് അടുത്ത എപ്പിസോഡിലാവട്ടെ. നിങ്ങൾ ഈ കേട്ട കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കൂ. അപ്പോഴേക്കും കേരള ചരിത്രത്തിന്റെ അടുത്ത എപ്പിസോഡുമായി ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളിൽ ആരെങ്കിലും വെസ്റ്റേൺ ഗാട്സിന്റെ അഥവാ പശ്ചിമഘട്ടത്തിന്റെ അടുത്ത് താമസിക്കുന്നവരാണോ? നിങ്ങൾ പാലക്കാട് ചുരം വഴി യാത്ര ചെയ്തിട്ടുണ്ടോ? പശ്ചിമഘട്ടത്തെക്കുറിച്ചോ പാലക്കാട് ചുരത്തെക്കുറിച്ചോ എന്തെങ്കിലും എടുത്തു പറയത്തക്ക അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇതൊന്നുമല്ലെങ്കിൽ കേരളത്തിൽ 44 നദികളുണ്ടെന്നും അവയെല്ലാം സഖ്യപർവ്വത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നും നിങ്ങൾക്കറിയാമായിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.